Hey guys, welcome to another episode of our YouTube channel WOLO. We only live once. അപ്പോൾ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെ ഇതുപോലെ സിമ്പിൾ ആയിട്ടൊരു മാക്രമേ പ്ലാന്റ് ഹോൾഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന മാക്രമേയുടെ തിക്നെസ് 5 mm ആണ്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളതൊരു സിസേഴ്സ്, പിന്നെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മെഷറിംഗ് ടേപ്പോ റൂളറോ എടുക്കാം. ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്ട്രിങ്സ് മുറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. 1 മീറ്റർ നീളമുള്ള 2 കോർഡ്സും 4 മീറ്റർ നീളമുള്ള 8 കോർഡ്സും നമുക്കിതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ മെഷർ ചെയ്ത് നമുക്കത് മുറിച്ച് വയ്ക്കാം. ആദ്യമേ നമ്മുടെ 4 മീറ്റർ സ്ട്രിങ്സ് എല്ലാം കൂടി എടുത്ത് അതിൻ്റെ മിഡ് പോയിന്റിൽ ഒന്നിച്ച് പിടിക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊരു നോട്ട് ഇടണം. അതിനായിട്ട് നമ്മൾ 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ വലിയ സ്ട്രിങ്സിൻ്റെ നടുക്കൂടെ ചെറിയ സ്ട്രിങ് എടുത്തിട്ട് ഒരു ലൂപ്പ് ഫോം ചെയ്ത് അതിനകത്തൂടെ ചെറിയ സ്ട്രിങ്ങിൻ്റെ എൻഡ്സ് എടുത്ത് അത് നല്ല ടൈറ്റായിട്ട് വലിക്കണം. ഇനി ഒരു സൈഡിലെ എല്ലാ കോർഡ്സും പിന്നെ ഈ എക്സ്ട്രാ കോർഡും കൂടെ നമ്മൾ ഒന്നിച്ച് വെച്ച് അവിടെ ഒരു ടേപ്പ് ഒട്ടിച്ച് വെക്കണം അനങ്ങാതിരിക്കാനായിട്ട്. ബാക്കി താഴോട്ടുള്ള സ്ട്രിങ്സ് 8 സ്ട്രിങ്സിലെ 2 സ്ട്രിങ്സ് 2 സൈഡിലേക്ക് വെക്കുക. ബാക്കി 6 സ്ട്രിങ്സ് ഒന്നിച്ച് അടുക്കി വെക്കുക. നമുക്ക് നോട്ട്സ് ഇട്ടിട്ട് പോകാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചുറ്റി വെക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യമേ ലെഫ്റ്റിലെ കോർഡ് റൈറ്റിലേക്ക് വെക്കുക. റൈറ്റിലെ കോർഡ് അതിൻ്റെ മേളിൽ കൂടി എടുത്ത് 6 സ്ട്രിങ്സ് ഒന്നിച്ച് പിടിച്ച് അതിൻ്റെ അടിയിൽ കൂടെ ആ കോർഡ് എടുത്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അവിടെ ഒരു നോട്ട് ഫോമായി. അത് നമ്മൾ വലിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്യണം. ഇനി ഇതേപോലെ തന്നെ തിരിച്ച് ചെയ്യണം. റൈറ്റിലെ സ്ട്രിങ് ലെഫ്റ്റിലേക്ക് വെക്കുക. ലെഫ്റ്റിലെ സ്ട്രിങ് അതിൻ്റെ മേളിൽ കൂടി എടുത്ത് 6 സ്ട്രിങ്സിൻ്റെ അടിയിൽ കൂടെ അതെടുത്ത് ആ നോട്ട് ടൈറ്റ് ആക്കി കൊടുക്കണം. നേരത്തെ പോലെ തന്നെ തിരിച്ചും. ഇപ്പം നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഈ നോട്ടിൻ്റെ പേരാണ് സ്ക്വയർ നോട്ട്. ഇതുപോലെ മൊത്തം 8 പ്രാവശ്യം ചെയ്യണം. ഇപ്പം നമുക്ക് ആ ടേപ്പ് മാറ്റാം. എന്നിട്ട് ഈ സ്ട്രിങ്സിനെ തിരിച്ചു വെക്കാം. നമ്മൾ ആദ്യമേ അനങ്ങാതിരിക്കാൻ വേണ്ടി കെട്ടിയ ഈ ഒരു നോട്ട് നമുക്കിപ്പോൾ അഴിച്ചു മാറ്റാം. ആ കോഡ് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ അറ്റത്തെ 2 സ്ട്രിങ്സ് മാറ്റി വെക്കുക. ഇത് അനങ്ങാതിരിക്കാൻ നമ്മളിവിടെയും ടേപ്പ് ഒട്ടിക്കാം. നേരത്തെ പോലെ തന്നെ 2 സൈഡും ചുറ്റി വെക്കുക എളുപ്പത്തിന് വേണ്ടി. ഇവിടെയും നമുക്ക് 8 നോട്ട്സ് ചെയ്യാം. അതായത് 4 സെറ്റ് ഓഫ് സ്ക്വയർ നോട്ട്സ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ടേപ്പ് ഊരി മാറ്റാം. ഇനി നമ്മളിത് ഒന്നിച്ച് പിടിച്ച് ഒരു ഗ്യാതറിംഗ് നോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതായത് നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ 1 മീറ്ററിൻ്റെ കോർഡ് എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു ലൂപ്പ് ഫോം ചെയ്ത് പിടിക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള അത്രയും പ്രാവശ്യം ചുറ്റാം. ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ താഴെ ആ വെച്ചിരിക്കുന്ന ലൂപ്പിനകത്തൂടെ ഇതിൻ്റെ എൻഡ് കയറ്റി വിടണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ലെങ്ത്ത് ബാക്കി വെച്ചേക്കണം. ഇങ്ങനെ ലൂപ്പിനകത്തൂടെ മേളിൽ നിന്ന് താഴേക്ക് ആ അറ്റം എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കോർഡിൻ്റെ 2 അറ്റങ്ങൾ വലിച്ചു കൊടുക്കണം. ഒന്നിച്ച് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വലിക്കുമ്പോൾ അത് നല്ല ടൈറ്റ് ആവും. അങ്ങനെ ടൈറ്റ് ആയതിനു ശേഷം ആ 2 അറ്റങ്ങൾ നമുക്ക് മുറിച്ചു വിടാം. അപ്പോൾ നമ്മുടെ ഹുക്ക് ചെയ്യാനുള്ള പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തൂക്കിയിടണം, നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേലോട്ട് ഇത് നമ്മൾ തൂക്കിയിടണം. ഹാങ്ങറയിലാണെങ്കിൽ ഇതുപോലെ തൂക്കാം. പക്ഷേ അത് ഇച്ചിരി പാടാണ്, ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ കോർഡ് എടുത്തിട്ട് അത് വെച്ച് കെട്ടിയാണ് ഞങ്ങൾ സ്റ്റാൻഡേൽ ഉറപ്പിച്ചത്.
ഇനി ഈ താഴോട്ട് കിടക്കുന്ന 16 സ്ട്രിങ്സിനെ 4 സ്ട്രിങ്സ് ഉള്ള 4 സെറ്റാക്കി ഡിവൈഡ് ചെയ്യാം. അതിലെ 3 സെറ്റുകൾ മാറ്റി വയ്ക്കുക. ഒരു സെറ്റിൽ നിന്ന് നമുക്ക് പണി തുടങ്ങാം. ഇപ്പം നമ്മൾ ചെയ്യുന്നതാണ് സ്പൈറൽ നോട്ട്. സ്ക്വയർ നോട്ടിൻ്റെ സെയിം ടെക്നീക്കാണ്, പക്ഷേ നമ്മൾ രണ്ടാമത്തെ നോട്ട് തിരിച്ച് ചെയ്യുന്നതിന് പകരം ഒരേ ഡയറക്ഷനിലേക്ക് ചെയ്ത് പോകുക. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ആദ്യമേ തുടങ്ങുന്നതെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മുടെ സ്പൈറലായി വരുന്നത് ഇതാ ഇപ്പോൾ കാണാം. ഞങ്ങൾ മൊത്തം 3 ട്വിസ്റ്റ് ആയപ്പോഴത്തേനും നിർത്തി. അടുത്ത് തന്നെ ഈ സ്പൈറൽ വന്ന് നിൽക്കുന്നിടത്തുനിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്ക്വയർ നോട്ട് ഇടാൻ പോവാണ്. മൊത്തം 6 നോട്ട്, അതായത് 3 സെറ്റ് സ്ക്വയർ നോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കി 3 സെറ്റ് സ്ട്രിങ്സും ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഗ്യാപ്പ് ഇടുന്നത് ഒരേ ലെങ്ത് ഉള്ള ഗ്യാപ്പ് വേണം ഇടാൻ. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള 2 സെറ്റ് സ്ട്രിങ് എടുക്കുക. അതിൻ്റെ അടുത്തടുത്തുള്ള 2 സ്ട്രിങ്സ് വെച്ച് എടുക്കുക. അതായത് മൊത്തം 4 സ്ട്രിങ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നേരത്തെ ചെയ്ത പോലെയുള്ള സ്ക്വയർ നോട്ട് 2 സെറ്റ് ചെയ്യണം. ഈ സെറ്റിൻ്റെ ബാക്കി 2 സ്ട്രിങ്സും തൊട്ടപ്പുറത്തെ സെറ്റിലെ അറ്റത്തെ 2 സ്ട്രിങ്സും എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഗ്യാപ്പ് വിടുന്നതിൻ്റെ ലെങ്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യമേ ചെയ്ത നോട്ടിൻ്റെ അതേ ലെങ്ത്തിൽ വേണം ബാക്കി എല്ലാം ചെയ്തെടുക്കാൻ. ഇനി ആ സെറ്റിൻ്റെ ബാക്കി 2 സ്ട്രിങ്സും തൊട്ടപ്പുറത്തെ സെറ്റിൻ്റെ 2 സ്ട്രിങ്സും വെച്ച് ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ ഫൈനൽ 4ാമത്തെ സെറ്റും ചെയ്യുകയാണ്. ഇനി അടുത്തത് കുറച്ചുകൂടെ ഗ്യാപ്പ് വിട്ടിട്ട് ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 സെറ്റിൽ നിന്ന് മൊത്തം 4 സ്ട്രിങ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ 2 സെറ്റ് സ്ക്വയർ നോട്ട് ഇടുക. ഇതേപോലെ തന്നെ തൊട്ടടുത്ത സെറ്റിലെ 2 സ്ട്രിങ്സ് എടുത്ത് ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് പോകുമ്പം ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെടിച്ചട്ടി ഇതിനുള്ളിൽ വെക്കുമ്പോൾ ആ ചട്ടിയുടെ ചുറ്റിനും ഒരു പാറ്റേൺ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു മെഷ് പോലെ അതിങ്ങനെ ഫോം ആവുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ 4 സെറ്റും ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ സ്ട്രിങ്സിൻ്റെ ഏകദേശം അറ്റത്തെത്തിയിട്ടുണ്ട്. നമുക്കിനി ചട്ടി റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യമേ മുറിച്ച് വെച്ചിരിക്കുന്ന 1 മീറ്ററിൻ്റെ കോഡ് എടുക്കുക. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തതുപോലെ ഒരു ഗ്യാതറിംഗ് നോട്ട് കെട്ടിക്കൊടുക്കുക. ബാക്കി വരുന്ന അറ്റങ്ങൾ നമ്മൾ മുറിച്ചു കൊടുക്കുക.
പിന്നെ താഴോട്ട് കിടക്കുന്ന സ്ട്രിങ്സ് പല ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഒരു ലെങ്ത് ആയിട്ട് മുറിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു കോമ്പ് എടുത്ത് ആ സ്ട്രിങ്സ് ചീകി നമുക്കതിനെ ഒന്ന് വിടിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ലെവൽ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവലാക്കി വിടണം. അങ്ങനെ നമ്മുടെ മാക്രമേ പ്ലാന്റ് ഹോൾഡർ റെഡിയാണ്. അപ്പോൾ ഇനി പ്ലാന്റ് പോട്ട് വെച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്രമേ പ്ലാന്റ് ഹോൾഡറിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.